ഹലോ ഗൈസ്, നമ്മൾ ലൈഫിൽ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നൊരു കാര്യം നമ്മുടെ ഫാമിലീൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക എന്നുള്ളതല്ലേ. ഇന്ന് പലർക്കും അതിനുള്ള ടൈം കിട്ടുന്നില്ല. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മളെല്ലാവരും വർക്ക് ചെയ്യുന്ന ആൾക്കാരോ അല്ലെങ്കിൽ പഠിക്കുന്ന ആൾക്കാരോ ആയിരിക്കും. അതും പുറത്തൊക്കെ ആയിരിക്കും കൂടുതലും വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാവുക. അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ മാസങ്ങളോ അല്ലെങ്കിൽ വർഷങ്ങളോ ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഫാമിലീനെ മീറ്റ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടുന്നുണ്ടാവുക. അല്ലാത്ത സമയത്ത് അവർ ഇതേപോലെ വീഡിയോ കോളോ ചാറ്റോ ഇന്ന് വഴിയല്ലാണ്ട് അവരുടെ കൂടെ ഒന്ന് ഇരുന്ന് സംസാരിച്ച് എവിടെയെങ്കിലും ഔട്ടിങ്ങിനൊക്കെ പോയിട്ട് അങ്ങനെയൊക്കെ ഇപ്പോൾ വളരെ കുറവായിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ അവർക്ക് വേണ്ടി നമുക്ക് ഒരു ദിവസമെങ്കിലും മാറ്റി വെക്കാൻ പറ്റുകയെന്ന് പറയുന്നത് ഭയങ്കര ഒരു സന്തോഷമുള്ള ദിവസമായിരിക്കില്ലേ. അപ്പോൾ അങ്ങനെ ഒരു ദിവസമാണ് എനിക്കിന്ന് കേട്ടോ. ഞാനിന്ന് എൻ്റെ ഫാമിലീനെ മീറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ ഈ ഒരു കുടുംബസംഗമം നടത്താൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് കേട്ടോ. അവർക്കൊക്കെ നമ്മൾ ഒരുപാട് നന്ദി പറയുകയാണ്. നമ്മൾ ഈ പ്രോഗ്രാം നടത്തുന്നത് ഇവിടെ കാപ്പാട് വാസ്കോഡഗാമ റിസോർട്ടിൽ വെച്ചിട്ടാട്ടോ നടത്തുന്നുണ്ടായിരുന്നത്. അടിപൊളി റിസോർട്ടായിരുന്നു കേട്ടോ. അവിടുത്തെ ഒരു വൈബ് എന്ന് പറയുന്നത് നല്ല കിഡിലനായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ അവിടേക്ക് പോയി രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലി, വട, സാമ്പാർ, പൂരി, ബാജിക്കറി ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. എല്ലാത്തുനിന്നും കുറച്ച് നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ കസിൻസിനെയും അമ്മമ്മമാരെയും അച്ചച്ചന്മാരെയും എല്ലാവരെയും കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നിയിട്ടോ മനസ്സിന്. കാരണം എത്രയോ നാളുകൾക്ക് ശേഷമാണ് നമ്മൾ ഇവരെല്ലാവരും ഒരുമിച്ച് കാണുന്നത്. അതിനുശേഷം നമ്മൾ ഹാളിൽ വെച്ചിട്ട് എല്ലാവരുമായിട്ട് സംസാരിച്ചു. പിന്നെ ഗെയിംസും കാര്യങ്ങളൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ മെയിനായിട്ട് കസേര കളിയായിരുന്നു കളിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് ഓരോ കാറ്റഗറി വെച്ചിട്ടായിരുന്നു നമ്മൾ കളിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അമ്മമ്മമാരെയൊന്നും നമ്മൾ വെറുതെ വിട്ടിട്ടൊന്നുമില്ല, അവരെയും കൂടി എല്ലാ പ്രോഗ്രാംസിലും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളിയായിരുന്നു, ഭയങ്കര സന്തോഷമായിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഇങ്ങനൊരു ദിവസം നമുക്ക് തന്നതിന് ദൈവത്തിനോട് നമ്മൾ ഒരുപാട് നന്ദി പറയുന്നുണ്ട്. കുട്ടികളൊന്നും ഒരു രക്ഷയുണ്ടായിരുന്നില്ല, അടിപൊളിയായിരുന്നു. അങ്ങനെ ഉച്ചയ്ക്ക് ആയപ്പോൾ നമ്മൾ ലഞ്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. ലഞ്ചിന് നല്ല അടിപൊളി സദ്യ ഉണ്ടായിരുന്നു. നെയ്ച്ചോറും ചിക്കൻ കറിയും ചിക്കൻ പൊരിച്ചതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആസ് യൂഷ്വൽ എന്നും കഴിക്കുന്ന പോലെ തന്നെ നെയ്ച്ചോറും ചിക്കൻ കറി ആയിരുന്നു കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം ഒരു ഗ്ലാസ് പായസം കൂടിയും കുടിച്ചു. അങ്ങനെ ലഞ്ചൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അപ്പം നമ്മൾ ഡാൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ. പാട്ട് പാടേണ്ട ആൾക്കാർക്ക് പാട്ട് പാടാം, ഡാൻസ് കളിക്കാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളായിരുന്നു. നമ്മൾ ഈവനിങ് വരെ നമ്മൾ അവിടെ ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും കണ്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ. ഇതുപോലൊരു ദിവസം നിങ്ങളെല്ലാവരും നമ്മുടെ ഫാമിലിക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. എത്ര തിരക്ക് പിടിച്ചതാണെങ്കിലും ഇത് നമുക്ക് ലൈഫിൽ എന്നും ആലോചിക്കാനും എന്നും നമുക്ക് കൊണ്ടു നടക്കാനുള്ളൊരു മെമ്മറി ആയിരിക്കും കേട്ടോ. അപ്പോൾ എനിക്കത് നല്ലൊരു എക്സ്പീരിയൻസ് ആട്ടോ തന്നിട്ടുണ്ടായിരുന്നത്. ഈവനിങ് ചായ കുടിച്ചു, ഞങ്ങൾ അവിടുന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ടാട്ടോ പിരിഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ.